ആർഎസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനുപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ 14 റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. റൗണ്ട് ഓഫ് 14 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആരാണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ളത്, അതേപോലെ തന്നെ നമുക്ക് ടേബിളിലും അതേപോലെ കഴിഞ്ഞ 14ാമത്തെ റൗണ്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. അപ്പോൾ ആഴ്സണലാണ് ടോപ്പിലുള്ള 14 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 10 വിജയവും 3 സമനിലയും 1 തോൽവി അടക്കം 33 പോയിന്റുമായിട്ടാണ് ആഴ്സണൽ ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റിയാണ് 14 മത്സരങ്ങളിൽ നിന്ന് 9 വിജയവും 1 സമനിലയിൽ 4 തോൽവി അടക്കം 28 പോയിന്റുമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. മൂന്നാം സ്ഥാനത്തുള്ള ആസ്റ്റൺ വില്ല 14 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 8 വിജയവും 3 സമനിലയും 3 തോൽവി അടക്കം 27 പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്ത്. നാലാം സ്ഥാനത്തുള്ള ചെൽസിയാണ് 14 മത്സരങ്ങളിൽ നിന്ന് 7 വിജയവും 3 സമനിലയും 4 തോൽവി അടക്കം 24 പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്തുള്ള. അഞ്ചാം സ്ഥാനത്തുള്ള ക്രിസ്റ്റൽ പാലസ് 14 മത്സരങ്ങളിൽ നിന്ന് 6 വിജയവും 5 സമനിലയും 3 തോൽവി അടക്കം 23 പോയിന്റുമായിട്ട് ആറാം സ്ഥാനത്തുള്ളത് സണ്ടർലാൻഡാണ്. സണ്ടർലാൻഡ് 14 മത്സരങ്ങളിൽ നിന്ന് 6 വിജയവും 5 സമനിലയും 3 തോൽവി അടക്കം 23 പോയിന്റ് സെയിം ആണ്. പക്ഷേ ഗോൾ ശരാശരിയിൽ കുറച്ച് ഗോള് കൂടുതൽ വഴങ്ങിയിട്ടുണ്ട്. ഗോൾ അടിച്ചതും 18 തന്നെയാണ്, പക്ഷെ വഴങ്ങിയത് 11ഉം 14 ആയിപ്പോയി. അതുകൊണ്ടാണ് സണ്ടർലാൻഡ് ആറാം സ്ഥാനത്തുള്ളത്. സണ്ടർലാൻഡ് ഈ സീസണിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുക. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്, സണ്ടർലാൻഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറയുന്നുണ്ട്. ഇന്നലെ രാത്രി ലിവർപൂളിനെ 1-1 സമനിലയിൽ തളച്ച്. അവർ ഈ സീസണിൽ 5 ക്രിസ്റ്റൽ പാലസ് ആയിക്കോട്ടെ അതേപോലെ ഇവരായിക്കോട്ടെ 5 സമനിലയാണ് വഴങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവർ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. 3 മത്സരങ്ങൾ തോറ്റില്ല. സിറ്റിയേക്കാൾ 1 മത്സരങ്ങൾ കുറച്ചേ തോറ്റിട്ടുള്ളൂ. അതും പോയിന്റ് ടേബിളാണ് 23ഉം 28ഉം വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്നാം സ്ഥാനക്കാരായിട്ട് 33 പോയിന്റ് ആഴ്സണൽ, രണ്ടാം സ്ഥാനക്കാരിലെ സിറ്റി 28 പോയിന്റ്, മൂന്നാം സ്ഥാനക്കാരിലെ ആസ്റ്റൺ വില്ല 27 പോയിന്റ്, നാലാം സ്ഥാനത്തുള്ള ചെൽസി 24 പോയിന്റ്. ചെൽസി ഈ 2 കളികളിൽ ആഴ്സണലിനെതിരായിട്ട് 1-1 സമനില നേടി ബാഴ്സലോണയെ 3-0 പഞ്ഞിക്കിട്ടൊക്കെ വന്നു. പക്ഷെ ഇന്ന് ലീഡ്സ് യുണൈറ്റഡ് എവിടെ കിടക്കുന്നറിയോ? റിലഗേഷൻ സോണിലേക്ക് ഇങ്ങനെ വീഴാൻ വേണ്ടി നിൽക്കുക. 17ാം സ്ഥാനത്തുള്ള ലീഡ്സ് യുണൈറ്റഡിന്റെ ഗ്രൗണ്ടിൽ പോയിട്ട് 3-1 പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു കാര്യം തന്നെ. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന റൗണ്ട് ഓഫ് 14 അതിനെക്കുറിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യ മത്സരം നടന്നത് ബോൺമൗത്തും എവർട്ടണും തമ്മിലാണ്. അതിൽ 1-0 എവർട്ടൺ വിജയിച്ചു. ബോൺമൗത്തിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ഫുൾഹാം വിസ് മാഞ്ചസ്റ്റർ സിറ്റി മിനിഞ്ഞാന്ന് രാത്രി നടന്ന മത്സരമായിരുന്നു. ഒരു സമയത്ത് നമ്മളൊക്കെ 4-0 സിറ്റി വിജയിക്കും, 4-1 സിറ്റി വിജയിക്കുന്നു വിചാരിച്ച കളിയായിരുന്നു. കളി അവസാന വിസിൽ മുഴുകുമ്പോൾ 5-4 ഫുൾഹാം അവസാനിപ്പിച്ച സ്കോർ ബോർഡ്. ഭാഗ്യം കൊണ്ട് മാത്രമേ സമനിലയാവാതിരുന്നത്. എമ്മാതിരി കളിയായിരുന്നു. 9 ഗോളുകൾ പിറന്ന 90 മിനിറ്റ് എന്ന മത്സരം. അടിപൊളിയായിരുന്നു ആ കളി. ഞാൻ ഹൈലൈറ്റ്സാണ് കണ്ടത്, പക്ഷെ കളി കാണാൻ വിട്ടുപോയതിൽ ഭയങ്കര ഇതുണ്ട്. എന്താണ്, ബാഴ്സയുടെ കളി ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയിൽ ഗ്യാപ്പ് കിട്ടിയപ്പോൾ കുറച്ച് നേരം കണ്ടു, പിന്നെ ഹൈലൈറ്റ്സും കണ്ടു. അടുത്ത മത്സരം ന്യൂകാസിൽ യുണൈറ്റഡ് വിളിച്ച് ടോട്ടൻഹാം ഹോട്ട്സ്പറാണ്. ന്യൂകാസിൽ യുണൈറ്റഡ് 2-1 വിജയിച്ച് നിൽക്കാൻ അവസാനം കുട്ടിറോമാരോടെ ഒരു കിടിലൻ ഗോളിലൂടെ ടോട്ടൻഹാം ഹോട്ട്സ്പർ തിരിച്ചടിക്കണം. അതും എമ്മാതിരി ഗോൾ എന്നറിയാം. അങ്ങനെ 2 ഗോളാ ചങ്ങായനെ അടിച്ച് മാൻ ഓഫ് ദി മാച്ചും തൂക്കിയത്. അങ്ങനെ 2-2 സമനിലയാണ് അവസാനിക്കുന്നത്. അടുത്ത മത്സരം ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് ബേൺഫോർഡ് 2-0 ആഴ്സണൽ വിജയിക്കുകയാണ്. ഈ സീസണിൽ ആഴ്സണലിന്റെ കുതിപ്പ് 100 ഗോളുകൾ ചങ്ങായിമാർ 2025 അടിച്ചു കൂട്ടിയിരിക്കുകയാണ് ഓൾ കോമ്പറ്റീഷനിലായിട്ട്. അടുത്തൊരു മത്സരം നോക്കുകയാണെങ്കിൽ ബേർട്ടണും അതേപോലെ ആസ്റ്റൺ വില്ല ആയിട്ടാണ്. ഒരു സമയത്ത് 2-1 വിജയിച്ചിരുന്ന ബേർട്ടനെതിരെ ആസ്റ്റൺ വില്ല 4-3 കളി അവസാനിക്കുമ്പോൾ ആസ്റ്റൺ വില്ല വിജയിച്ചിരിക്കുകയാണ്. കിടലിന് ഒരു മത്സരം നടന്നിരിക്കുന്നത്. അതേപോലെ അടുത്ത ബേർലിയും അതേപോലെ ക്രിസ്റ്റൽ പാലസ് ഉള്ള മത്സരത്തിൽ ക്രിസ്റ്റൽ പാലസ് 1-0 വിജയിച്ചു. അതേപോലെ നൊട്ടിംഗ്ഹാം ഫോറസ്റ്റ് 1-0 വിജയിച്ചിട്ടുണ്ട്. ലീഡ്സ് യുണൈറ്റഡിനെതിരെ ചെൽസി പരാജയപ്പെട്ടു 3-1. എന്താല്ലേ, ബാഴ്സലോണയെ പഞ്ഞിക്കിട്ട് ആഴ്സണലിനെ കുത്തിപ്പിടിച്ച് നിർത്തി 1-1 സമനിലയും നേടി വന്നതാണ് ലണ്ടൻ ഡെർബിയിൽ. അപ്പോൾ അടുത്ത കളി വന്നപ്പോൾ അവർ 3-1 പരാജയപ്പെട്ടു. അതാണ് ഈ ചെൽസി എന്താണ് ഈ സീസണിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ടീമുകളോട്, ദുർബലമായ ടീമുകളോട് തോൽക്കുക. ഈ ലീഡ്സ് യുണൈറ്റഡ് പറഞ്ഞാൽ 17ാം സ്ഥാനത്ത് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും റിലേഷൻ സോണിൽ പോകാൻ പറ്റും. അവർക്ക് ഈ വിജയം വല്ലാത്തൊരു റിലേഷൻ സോണിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജയിച്ചോടുകൂടി അതിന് മോളിൽ കയറി വന്നതാണ്. അപ്പോൾ ചെൽസിയുടെ കാര്യം ഇതൊക്കെയാണ്. എന്താ പറഞ്ഞാൽ അത്രയും ടൈറ്റ് ആയിട്ടൊരു മത്സരമാണ് അവർ കഴിഞ്ഞു വന്നത് ആഴ്സണലിനെതിരെ. ഒരു 10 പേരുമായിട്ട് സെക്കൻഡ് ഹാഫ് മൊത്തം അവർ കളിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും അവർ എനർജി വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റീസൺ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു പെർഫോമൻസ്. അതും ലീഡ്സ് യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടിലായിരുന്നു. എന്തായാലും കളിയിൽ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം. അടുത്തത് നെട്ടിക്കുന്ന ലിവർപൂൾ ഇപ്രാവശ്യം നെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ 1-1 സണ്ടർലാൻഡിന്റെ കൂടെ. സണ്ടർലാൻഡ് നിസ്സാരക്കാരല്ല എന്ന് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സണ്ടർലാൻഡ് ഈ സീസണിൽ എന്തെങ്കിലുമൊക്കെ 6ാം സ്ഥാനത്താണ് നിൽക്കുന്നത്.
അഞ്ചാം സ്ഥാനത്തുള്ളവരായിട്ടുള്ള സെയിം പോയിന്റ് ഗോൾ ഡിഫറൻറ്റിൽ മാത്രമാണ്. വലിയ വ്യത്യാസമൊന്നുമല്ല. സെക്കൻഡ് പൊസിഷനായിട്ട് ആകെ 3 പോയിന്റിന്റെ വ്യത്യാസമുള്ളൂ. 3 അല്ല 5 പോയിന്റിന്റെ വ്യത്യാസമുള്ളൂ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട്. അപ്പോൾ ഇവരെന്തായാലും മിക്കവാറും ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ ഒരു യോഗ്യത അല്ലെങ്കിൽ യൂറോപ്യൻ ലീഗിലേക്ക് ഒരു യോഗ്യത നേടാതെ പോകില്ല. അതിനുള്ള പോരാട്ട വീര്യമുണ്ട് ചങ്ങായിമാരുടെ. റിലഗേഷൻ സോണിലൊക്കെ സെക്കൻഡ് ഡിവിഷനിലൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ക്ലബ്ബാണ്. അവിടെ നിന്ന് കളിച്ച് അവർ ഇവിടെ എത്തിയിരിക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ. പണ്ടത്തെ 90s ചാമ്പ്യന്മാരാണ്. 6 പ്രാവശ്യമൊക്കെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എടുത്തിട്ടുണ്ട് ഈ ചങ്ങായിമാർ. FA കപ്പ് തൂക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ട്രോഫികൾ അന്ന് വാരിക്കൂട്ടിയാണ്. പിന്നെ കുറെ കാലം ശേഷം 2000-ലാണ് ഇവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് വരുന്നത്. 2017 വീണ്ടും പോവാണ് ഇംഗ്ലീഷ് പ്രീമിയറിൽ നിന്ന് റിലേഷൻ സോണിലായിട്ട് പുറത്ത് പോകണം. പിന്നെ ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ തിരിച്ചു വരവ് വെറുതെ അല്ല അവർ. അതേപോലെ അടുത്ത കളി ഇനിയുള്ളത് വെസ്റ്റ് ഹാം യുണൈറ്റഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡും എല്ലാം ഒരു മത്സരം കൂടി ബാക്കിയുണ്ട്. അതും കൂടി കഴിഞ്ഞാലാണ് ഈ ടേബിൾ കംപ്ലീറ്റ് ആവുള്ളൂ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എവിടെ എത്തുന്നു നമുക്ക് നടന്ന മത്സരത്തോട് വിജയിച്ചോട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഹാലൻഡാണ്. 15 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. എംബാപ്പയോടൊപ്പം 16 ഗോളാണ് എംബാപ്പ ഗോൾ. അതിൽ ഒരു കാര്യം ചിന്തിക്കേണ്ടത് 15 ഗോൾ അടിച്ചാൽ ഒരു പെനാൽറ്റി പോലും ഇല്ലാന്നാണ്. ബേൺഫോർഡിന്റെ തിയാഗോ 11 ഗോൾ അടിച്ചാൽ 5 പെനാൽറ്റി ഉണ്ട്. വെൽബാക്ക് ബേർട്ടന്റെ 7 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നിൽക്കുന്നത്. അസിസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് കൊടുത്തിട്ടുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. 5 അസിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടോട്ടൻഹാമിന്റെ മുഹമ്മദ് 5 അസിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. സാക്ക സണ്ടർലാൻഡിന്റെ ഷാക്ക 4 അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എവർട്ടൺ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് എവർട്ടണിലേക്ക് പോയ ഗിർലിഷ് 4 അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഡൂക്കോ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി 4 അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇനിയും കുറേ മത്സരങ്ങൾ ബാക്കിയുണ്ട്. പകുതിയിലേറെ മത്സരങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും പകുതിയിലേറെ മത്സരങ്ങളുണ്ട്. 14 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞ് 38 റൗണ്ട് മത്സരങ്ങൾ കഴിയേണ്ടതുണ്ട്. അപ്പോഴേക്കും ഈ സീസണിൽ ആഴ്സണൽ നേടോ അതോ മാഞ്ചസ്റ്റർ സിറ്റി നേടോ അതോ ഇനി ഇതെല്ലാം കടന്നു വന്ന് സണ്ടർലാൻഡ് എങ്ങാനും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തൂക്കം പറയാൻ പറ്റില്ല. ഇവർ പഴയ രാജാക്കന്മാരാണ്, പറയാൻ പറ്റില്ല. വലിയ പോയിന്റ് ഏകദേശം ഒരു 30 മത്സരങ്ങളെ കഴിഞ്ഞാൽ ഒരു ലീഡിങ് പൊസിഷനൊക്കെ പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാച്ച് എന്താണെന്ന് കമന്റ് ബോക്സിൽ, ആരൊക്കെ തമ്മിലുള്ള മാച്ചായിരുന്നു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.